പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. വീട്ടുകാർക്ക് എല്ലാവർക്കും എതിർപ്പായിരുന്നു വിവാഹത്തിന്. അവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും നിരാഹാരങ്ങളെന്നൊക്കെയാണ് ഈ വിവാഹം നടത്തിയത് തന്നെ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഈ കൊച്ചിനോട്, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഈ കൊച്ചിനും അന്നൊക്കെ സ്നേഹം തന്നെ ആയിരുന്നു അവനോട്, സ്നേഹം തന്നെ ആയിരുന്നു. ഈ പുള്ളിക്കാരിക്കും അവനോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. ഇപ്പം ഈ 2 വർഷം കൊണ്ടാണ് അവർക്ക് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ഭാര്യ വീട്ടിലെത്തിയ ഭർത്താവ് മർദ്ദനമേറ്റു മരിച്ച സംഭവത്തിൽ ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വ്യാപകമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ആലപ്പുഴ ആറാട്ടുപുഴ സ്വദേശിയായ വിഷ്ണു എന്ന 34 വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലെത്തിയപ്പോൾ ഭാര്യയുടെയും ബന്ധുക്കളുടെയും മർദ്ദനമേറ്റതിനെ തുടർന്ന് മരണപ്പെട്ടത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി 9 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വിഷ്ണുവും വിഷ്ണുവിൻ്റെ ഭാര്യ ആതിരയും തമ്മിൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായി അകന്ന് താമസിക്കുകയാണ്. ആതിരയ്ക്കൊപ്പമാണ് ഇവരുടെ ഏക മകൾ താമസിക്കുന്നത്. അവധി ദിവസങ്ങളിൽ മകളെ വിഷ്ണു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് പതിവായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസവും മകളെ വിഷ്ണു സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിരുന്നു. പിന്നീട് തിരികെ ഭാര്യയുടെ വീട്ടിലേക്ക് കുട്ടിയെ എത്തിക്കാൻ വന്ന സമയത്താണ് ഭാര്യയുമായി വിഷ്ണു തർക്കമുണ്ടാകുന്നത്. ഇതിനു പിന്നാലെ ഭാര്യയായ ആതിരയും ആതിരയുടെ ബന്ധുക്കളും ചേർന്ന് വിഷ്ണുവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റതിന് പിന്നാലെ വിഷ്ണു കുഴഞ്ഞു വീഴുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആ യുവാവിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പോലീസിൻ്റെ അടക്കം ഒരു അനുമാനം വിഷ്ണുവിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകും, ഇതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നായിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഡോക്ടർമാരടക്കം പറയുന്നത് തലക്കേറ്റ ഗുരുതരമായ ക്ഷതമാണ് മരണകാരണം എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ അമ്മ ഈ പിതാവിനെ മർദ്ദിക്കുന്നത് താൻ കണ്ടു എന്ന 7 വയസ്സുകാരിയായ മകൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ആതിരയെയും ആതിരയുടെ അച്ഛൻ്റെ സഹോദരങ്ങളായ 3 പേരെയും പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കൊലക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ സംഭവത്തിൽ പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നുള്ളതാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. വീട്ടുകാർക്ക് എല്ലാവർക്കും എതിർപ്പായിരുന്നു വിവാഹത്തിന്. അവൻ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും നിരാഹാരങ്ങളെന്നൊക്കെയാണ് ഈ വിവാഹം നടത്തിയത് തന്നെ. അപ്പോൾ അവർ ബന്ധുക്കൾക്ക് എല്ലാവർക്കും എതിർപ്പായിരുന്നു. ബന്ധുക്കളെല്ലാം കെറുവായിട്ട് ഒരുപാട് നാൾ മിണ്ടാതെ പിടിക്കാതെയൊക്കെ ഇരുന്നാണ് എന്നിട്ട് പിന്നെ ഈ വിവാഹം അവർ നടത്തി കൊടുത്തത് തന്നെ. എല്ലാവർക്കും എതിർപ്പായിരുന്നു. 10 കൊല്ലത്തോളം പ്രണയിച്ചെങ്കിലും വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ആർക്കും ഇഷ്ടമല്ലായിരുന്നു. വിഷ്ണുവിൻ്റെ ബന്ധുക്കൾക്കല്ല, ഇവരുടെ ബന്ധുക്കൾക്കല്ല, വിഷ്ണുവിൻ്റെ ബന്ധുക്കൾക്ക് ഇഷ്ടമല്ലായിരുന്നു വിവാഹം കഴിക്കുന്നവൾ. എന്നുവെച്ചാൽ അവൻ ഒരു മോനേ ഉള്ളു. അവരൊരു നല്ല രീതിയിൽ അവനെ ഗൾഫിൽ വിടാനൊക്കെ ഇരുന്നതായിരുന്നു. അവൻ അതിനൊന്നും പോവുകയും പിടിക്കുകയൊന്നും ചെയ്തില്ല. അവൻ അന്നേരം ഈ വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഈ കൊച്ചിനോട്, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഈ കൊച്ചിനും അന്നൊക്കെ സ്നേഹം തന്നെ ആയിരുന്നു അവനോട്, സ്നേഹം തന്നെ ആയിരുന്നു. ഈ പുള്ളിക്കാരിക്കും അവനോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. ഇപ്പം ഈ 2 വർഷം കൊണ്ടാണ് അവർക്ക് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ഈ കൊച്ചിനും അതുപോലെ തന്നെ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു. ഈ 2 വർഷം കൊണ്ടാണ് ഇഷ്ടമല്ലാതായത്. ഇപ്പം ഈ സമീപകാലത്തൊക്കെ പ്രശ്നങ്ങൾ പതിവായിരുന്നല്ലേ? ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ വരും. എൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. ഇങ്ങനെ വരും, ഇങ്ങനെ വരും, സംസാരിക്കുമ്പോൾ ആളുകളൊക്കെ പോകുമെന്നൊക്കെ പറഞ്ഞ് ഒക്കെ വീടും പുള്ളിക്കാർ 2 പേരും കൂടെ ഒക്കെ വീട്ടുകാരും ഇവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങ് പോവും. വലിയ വിഷയമായിട്ടൊന്നും അങ്ങനെ നടന്നിട്ടില്ല. ഞാൻ ചെറുതായിട്ട് സംസാരിക്കും, അങ്ങ് പോയി എല്ലാവരും പറയുമ്പോഴത്തേക്കൊക്കെ അങ്ങ് പോകുമായിരുന്നു. ബന്ധുക്കൾ കയറി ഇടപെട്ടപ്പോഴാണ് ഇപ്പോൾ ഈ വിഷയം വലുതായത്. ആതിരയും വിഷ്ണുവും തമ്മിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ തീർക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു. തീർത്തു പോകാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഉള്ളായിരുന്നു. അവർ നമ്മൾ സംസാരിച്ചിട്ട് ഈ വന്നവരെ അവരെ പോകുമെന്നും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചിലപ്പോൾ പിരിഞ്ഞു പോകാനായിരുന്നു. അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഒരു മോനല്ലേ ഉള്ളു. അവർക്ക് അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പോലും വേറൊരു മക്കളില്ല. അപ്പോൾ പിന്നെ അവർക്ക് ആരുമില്ല. അവരുടെ ഇത്രയും പ്രായമായ അവരെ നോക്കാൻ പോലും ആരുമില്ല. അപ്പോൾ ഇനി ആ കുഞ്ഞേ ഉള്ളവർക്കൊരു ആശ്രയം ഉള്ളത്. വിഷ്ണുവിൻ്റെ മകൾ അവർക്കൊരു കുഞ്ഞാണെന്നാലും അവർക്കൊരു പ്രതീക്ഷ കാണുമല്ലോ അതിനകത്ത്. വിഷ്ണു എന്ത് ജോലി ചെയ്യുന്ന ആളായിരുന്നു? അവൻ ഈ പെരയുടെയൊക്കെ ഈ തടിപ്പണി, കോൺട്രാക്ട് ഹൗസിലെടുത്ത് പണി ചെയ്യുന്ന ആളായിരുന്നു. ഭാര്യയും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നല്ലേ? ഭാര്യ നമ്മുടെ കായംകുളത്തെ സ്റ്റാഫായിട്ട് നിൽക്കുമായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചത് 10 വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചത് അവർ. ആയണ്ണൻ്റെ വല്യച്ഛൻ്റെ വീട് തൊട്ടപ്പുറത്താണ്. അവിടെ വന്ന് ഇവർ കുഞ്ഞിലോട്ടാണ് ഇവിടെ വരികയും ഞങ്ങളോടൊക്കെ സഹകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു വിഷ്ണു. അതെ, അന്നേരം അങ്ങനെ വന്ന് ഇവിടെ നിന്ന് പ്രണയിച്ചതാണ്. 10 വർഷം പ്രണയിച്ച് ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമാകുന്നു. 7 വയസ്സുള്ളൊരു കുഞ്ഞുമുണ്ട് അവർക്ക്. അപ്പോൾ വീട്ടുകാരൊക്കെ ആദ്യം കല്യാണത്തെ എതിർത്തതാണല്ലേ? ആ അണ്ണൻ്റെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു കല്യാണത്തിന്. പിന്നെ ആ അണ്ണൻ്റെ വാശിയുടെ പുറത്താണ് അവർ സമ്മതിച്ചതും വിവാഹം നടന്നതും. ഇവർ തമ്മിൽ ഈ ഇടയ്ക്ക് മുൻപ് ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ മിക്കപ്പോഴും പ്രശ്നം ഉണ്ടാകാറുണ്ട്, വഴക്കുണ്ടാകാറുണ്ട്. അപ്പോൾ ആരും ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാറില്ല. ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായെങ്കിൽ ഇവർ തമ്മിൽ അങ്ങ് തീർത്തങ്ങ് പോവുക ചെയ്യുന്നത്.
അപ്പോൾ അതുപോലാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ അത് ഇത്രയും ഇതാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു വലിയ വിളി വെക്കുന്ന ശബ്ദം കേട്ടാണ് അവിടുന്ന് വരുന്നത്. വന്നപ്പോഴത്തേക്ക് ഇവിടെ ആയണം വീണിട്ട് തന്നെ എഴുന്നേറ്റിട്ട് 2 സ്റ്റെപ്പ് നടന്നിട്ട് വീണ്ടും മറിഞ്ഞു വീഴുമായിരുന്നു. അടി കിട്ടിക്കിടന്ന് അവിടുന്ന് എഴുന്നേറ്റിട്ട് 2-3 സ്റ്റെപ്പേ നടന്നുള്ളൂ. അതിന് മുമ്പ് അങ്ങ് വീണ്, കുഴഞ്ഞ് വീഴുന്നല്ല അങ്ങ് വീണ്. അപ്പോൾ എല്ലാവരും കൂടെ ആയണ്ണ പൊക്കിയെടുത്ത് അവരുടെ വല്യച്ഛൻ്റെ വീട്ടിലെ തിണ്ണയിൽ സിറ്റ് ഔട്ടിൽ കൊണ്ട് കിടത്തിയപ്പോൾ മൂത്രം പോയി. പിന്നെ പെട്ടെന്നൊരു ദീർഘശ്വാസം എടുത്ത് പിന്നെ അനങ്ങിയിട്ടില്ല ആൾ. ഞങ്ങൾ വെള്ളമൊക്കെ മുഖത്ത് കുടഞ്ഞിട്ടൊന്നും അനക്കമില്ലായിരുന്നു. എന്നിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നിന്ന കൂട്ടുകാരും എല്ലാവരും കൂടെ കാറിനകത്ത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് തിരക്കുന്നുണ്ടായിരുന്നു. തിരക്കിയപ്പോഴത്തേക്ക് പറഞ്ഞത് മരിച്ചു എന്നാണ്. ഇവിടെ ഈ ഭാര്യയുടെ ബന്ധുക്കളും ചേർന്നാണ് വിഷ്ണുവിനെ മർദ്ദിക്കുന്നത്. എന്നിട്ട് ഒടുവിൽ ഭാര്യ തന്നെയാണ് പോലീസിനെ വിളിച്ചു വരുത്തുന്നത് അല്ലേ? അത് പോലീസുകാർ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ നിൽപ്പുണ്ടായിരുന്നു റോഡിൽ. അപ്പോൾ പോലീസുകാർ ചോദിച്ചു ഞങ്ങളോട് എന്തുവാ ആതിര ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ചേച്ചിയാന്ന് പറഞ്ഞു. അതുപോലെ പുള്ളിക്കാരത്തി തിരുവനന്തപുരത്തോട്ട് വിളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോലീസിനെ വിളിച്ച് പറഞ്ഞത്. അതിൻ്റെ പേരിൽ വന്നതാന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 10-15 മിനിറ്റുള്ളിൽ അടുത്ത പോലീസ് ജീപ്പ് വന്നു. കാരണം അപ്പോഴത്തേക്ക് ഇവിടുന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടായിരിക്കും. അവർ ആദ്യം വന്നവർ വഴക്ക് നടക്കുന്നു ആതിര രാജു വിളിച്ച് പറഞ്ഞത് വന്നവരാണ്. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുത്ത പോലീസ് ജീപ്പ് വന്നു. അതിപ്പോൾ മരണ വാർത്തയും വിഷയം അറിഞ്ഞിട്ട് വന്നതായിരിക്കാം. അതിനുശേഷം പിന്നീട് അവർ ഈ പ്രതികളുടെ അടുത്ത് ചെല്ലുകയും കാര്യം ചോദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ ആതിരയും ഈ അച്ഛൻ്റെ സഹോദരങ്ങളും ചേർന്ന് അതിക്രൂരമായി തന്നെ വിഷ്ണുവിനെ മർദ്ദിക്കുകയായിരുന്നു. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ കമ്പി ഒടിവായിട്ട് ഒരാൾ, അതായത് ഈ പൊടിമോൻ എന്ന് പറയുന്ന വ്യക്തി കമ്പി ഒടിവായിട്ട് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പാലം ഇറങ്ങിയപ്പോൾ എല്ലാവരെയും കൊല്ലും എന്നൊരു ഇതിലാണ് നിന്നത്. പുള്ളി ഇച്ചിരി വെള്ളമായിരുന്നു മദ്യപിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അത് ഈ ആതിരയുടെ അച്ഛൻ്റെ സഹോദരനാണ് പൊടിമോൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം കഴിഞ്ഞിരുന്നു. ഏകദേശം പുള്ളിയെ മർദ്ദിച്ച് ഇവിടെ ഈ റോഡിൽ കിടക്കുമായിരുന്നു. പുള്ളി അവിടുന്ന് ഈ വിഷ്ണു എന്ന് പറയുന്ന ചേട്ടൻ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് 2-3 സ്റ്റെപ്പ് നടന്നിട്ട് അവിടെ വന്ന് മറിഞ്ഞു വീഴുമായിരുന്നു. ഞങ്ങൾ കാണുന്നത് 10 വർഷക്കാലത്തോളം പ്രണയിച്ചതിന് ശേഷമാണ് ആതിരയും വിഷ്ണുവും വിവാഹിതരാകുന്നത്. ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് വിഷ്ണുവിൻ്റെ കുടുംബത്തിനും അല്ലെങ്കിൽ ബന്ധുക്കൾക്കും ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ആതിരയെ തന്നെ വിവാഹം ചെയ്തു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിരാഹാരമടക്കം കിടന്നാണ് വീട്ടുകാരെ കൊണ്ട് വിഷ്ണു ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിയുന്നു. ഇക്കഴിഞ്ഞ വർഷക്കാലത്തോളം ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു. ഇതിനിടയിൽ പലപ്പോഴും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 1.5 വർഷങ്ങൾക്ക് മുൻപാണ് വീണ്ടും ഇരുവർക്കുമിടയിൽ ഒരു പ്രശ്നമുണ്ടാവുകയും ആതിര ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും ചെയ്യുന്നത്. പിന്നീട് കഴിഞ്ഞ 1.5 വർഷക്കാലമായി ആതിര സ്വന്തം വീട്ടിലാണ് താമസിച്ചു കൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് ഇക്കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഈ സംഭവം ഉണ്ടാകുന്നത്. തനിക്കൊപ്പം ഉണ്ടായിരുന്ന മകളെ ഭാര്യയുടെ വീട്ടിലാക്കാൻ എത്തിയ വിഷ്ണുവിനെ ഭാര്യയും മറ്റു ബന്ധുക്കളും ചേർന്ന് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ മർദ്ദിക്കുന്നതിനിടയിലും തനിക്ക് ശാരീരികമായി ചില പ്രശ്നങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്, തന്നെ മർദ്ദിക്കരുത് എന്ന് വിഷ്ണു അപേക്ഷിച്ചതാണ് എന്നാണ് സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളൊക്കെ പറയുന്നത്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ആതിരയുടെ പിതാവിൻ്റെ 3 സഹോദരങ്ങൾ ചേർന്ന് അതിക്രൂരമായി കമ്പിവടിയും പട്ടികയും അടക്കം ഉപയോഗിച്ചുകൊണ്ട് വിഷ്ണുവിനെ മർദ്ദിക്കുന്നു. വിഷ്ണു അവശനായി അവിടെ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു. തൊട്ടടുത്തുള്ള ആളുകൾ ചേർന്ന് എത്രയും പെട്ടെന്ന് കായംകുളത്തെ ആശുപത്രിയിൽ വിഷ്ണുവിനെ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതികളായിട്ടുള്ള 4 പേർക്കെതിരെയും ശക്തമായ നിയമ നടപടി ഉണ്ടാകണം, ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ആലപ്പുഴയിൽ നിന്നും അരുൺമലയിലും വിവേക് ജി വിനോദിനുമൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.